പുലിയുടെ തലേന്ന് പാമ്പ് കടിച്ചു പിടിച്ചിരിക്കുന്നു അല്ലേ? ഇതിപ്പോ ഞങ്ങളുടെ കണ്ണില് വെറും ഒരു മരത്തിന്റെ ഒരു കുറ്റി മാത്രമാണ്. പക്ഷെ ചേട്ടൻ ഈ ഒരു കുറ്റിയിൽ നിന്നാണ് ഇത്രയും അധികം ജീവികളെ മനസ്സിൽ സങ്കല്പിച്ച് ഇതിലേക്ക് ആ ഒരു രൂപകൽപ്പന ചെയ്യുന്നത്. അപ്പൊ ചേട്ടൻ അത് എങ്ങനെയാ ഒരു ഐഡിയ വരുന്നത്? നമസ്കാരം, തപ്പൂക്കൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ വിശേഷവുമായാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സത്യൻ ചേട്ടൻ്റെ വീട്ടിൽ ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുന്ന ചേട്ടൻ്റെ വീട് തൃശ്ശൂർ മണ്ണുത്തിക്ക് അടുത്തുള്ള കാച്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ധന്വന്തരി അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ചേട്ടൻ്റെ വീട്. അപ്പോൾ നമുക്കിവിടെ കുറേ വർക്ക് ചെയ്തിട്ടുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒപ്പം നമുക്ക് സത്യൻ ചേട്ടനെയും ചേട്ടൻ്റെ മകൻ, വൈഫ് എല്ലാവരെയും നമുക്ക് പരിചയപ്പെട്ട് അവരുടെ വിശേഷങ്ങളുമായി നമുക്കൊന്ന് കൂടാം. അപ്പോൾ നമ്മളിപ്പോൾ വരുന്നത് സത്യൻ ചേട്ടൻ്റെ ഫാമിലിയുടെ അടുത്താണ്. ഇത് എൻ്റെ സത്യൻ ചേട്ടൻ, ആൾ നല്ലൊരു വർക്കറാണ്. ഹാൻഡിക്രാഫ്റ്റ് ഇവിടെ കാണാം നമുക്ക് ചേട്ടൻ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ. അതുപോലെ തന്നെ ചേച്ചി പേര് വിജയ. മക്കള് എത്ര പേര്? 3 പേരുണ്ട്. ഒരാള് സാദി, മറ്റോള് രണ്ടാമത്തെ കൃഷ്ണ, മൂന്നാമത് ശ്രീലക്ഷ്മി. എന്ത് ചെയ്യുന്നവരുടെ കല്യാണം കഴിഞ്ഞ് 2 മക്കളുണ്ട്. ഒന്നാൻ ഇന്റീരിയർ വർക്കും, പിന്നെ അച്ഛന് ശില്പി, അച്ഛൻ്റെ പോലെ തന്നെ അവനും സഹായിക്കും. മോള് താഴെ ബികോം കഴിഞ്ഞു, ജേനീസൊക്കെ പഠിച്ച് വർക്കൊന്നായിട്ടില്ല വീട്ടില്. ഇനി യദുകൃഷ്ണ അച്ഛൻ്റെ പോലെ തന്നെ നല്ലൊരു ശില്പിയാണ് അല്ലേ? എന്താ ഈ ഫീൽഡിലേക്ക് വരാനായിട്ട്? ചെറുപ്പം തൊട്ട് അച്ഛൻ്റെ കൂടെ നിന്ന് ഒരു ഇഷ്ടം കൊണ്ടും അങ്ങനെ. ഏത് കോഴ്സ് ഏതാ? പ്ലസ് 2 കഴിഞ്ഞ് പിന്നെ ഇന്റീരിയർ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്റീരിയറിന്റെ വർക്കും ചെയ്യുന്നുണ്ട്. പിന്നെ കൂടെ അച്ഛൻ്റെ കൂടെ ഇനി നമുക്ക് ചേട്ടനോട് സംസാരിക്കാം. ചേട്ടൻ എത്ര വർഷമായി ചേട്ടൻ? ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീടിന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. അതായത് ആദ്യം പിന്നെ അച്ഛൻ പണിയില്ല, ഞങ്ങൾക്ക് പണിയില്ലാത്തൊരവസ്ഥയായിരുന്നു. ആൻഡ്രൂസ് കമ്പനിയിലായിരുന്നു എൻ്റെ അച്ഛൻ. അവിടെ പണിയില്ലാത്ത സമയത്ത് സ്കൂളിലേക്ക് പോകാനൊന്നും പറ്റുന്നില്ല. അപ്പം കിട്ടിയ സമയം എന്താ വെച്ചാൽ അച്ഛൻ്റെ കൂടെ ഇതായിട്ട് ഞങ്ങളപ്പോൾ ഇതിനല്ലേ പോയി, ഏതും മരപ്പണിക്കല്ലേ പോയി. മരപ്പണി മോഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പണത്തിൽ അന്ന് തൊട്ടുള്ള പണിയാണ്. എനിക്ക് 46 കൊല്ലമായി പണിക്ക് ഇറങ്ങിയിട്ട്. അപ്പൊ ഈ കട്ടില, ജനല അങ്ങനെയുള്ളതാണോ? എല്ലാം ചെയ്യും, മരത്തിന്റെ ഫുള്ള് എന്ത് വേണമെങ്കിലും. ഈ ഒരു മരത്തിന്റെ ഇതുപോലുള്ള തടികള് ശേഖരിച്ച് ഇതുപോലെയുള്ള ഒരു ഹാൻഡിക്രാഫ്റ്റ് വർക്ക് എന്താ വെച്ചാൽ ഞാൻ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് എന്താ വെച്ചാൽ അത് ചെയ്യപ്പോ എന്താ വെച്ചാൽ ഇന്നിപ്പോ മരത്തിന് ഒരു വിലയില്ലാത്ത പോലെ. അപ്പൊ നമുക്ക് ജീവിക്കണം. അപ്പൊ അതിനനുസരിച്ച് എന്താന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ജീവിക്കണ്ടേ, മാറ്റി പിടിച്ചു. അപ്പൊ ഇനി എന്താ വെച്ചാൽ എപ്പോഴും ചെയ്യും ഞാൻ. ഇതിപ്പോ ചേട്ടൻ ഇത് ഫുൾ ചേട്ടൻ ചെയ്ത വർക്കാണ്. ഞാൻ എന്റെ മോനുണ്ട്. എത്ര ദിവസം വേണ്ടി വന്നിട്ടുണ്ടാവും? ഇഷ്ടം പോലെ വർക്ക് ഉണ്ട്. മറച്ചിട്ട വേറെയാ. അത് ശരി. ഈ പണി തിരിച്ചിട്ടാ ഇങ്ങനെ മറച്ച വേറെ വെറൈറ്റി കിട്ടും. ഇതിപ്പോ എത്ര ജീവികളാണോ? എല്ലാം ഇങ്ങനെ കാണുമ്പോ ഒരു 42 എണ്ണമാണ്. പൊതുവെ കാണുമ്പോ ഒരു 36 ആയിട്ട് തോന്നും. നേരെ വർക്ക് മറച്ചിട്ട് നോക്കി വർക്ക് വേറെയാ, ഇതൊക്കെ വേറെയാണ്. അത് ശരി. ചേട്ടാ അപ്പൊ ഇത് എത്ര? 36 ജീവി. 36 ശരിക്കും 42 ഉണ്ട്. 36 എന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. അത് പാമ്പിനെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് ഒരു മലമ്പാമ്പിന്റെ ശരീരം. ഇതിന്റെ അടി നോക്കി ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ ഇത് ആടായിട്ട് വരും. ഓക്കെ, ആടിന്റെ തല അതെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ വേണ്ടിട്ട്. അപ്പൊ ഒരു ഇരിപ്പിടാവും ചെയ്തു. അപ്പൊ ഇതിനെന്ന് വെച്ചാൽ ഇതൊരിക്കലും അതുകൊണ്ട് കേടോ മറ്റുള്ള ഇതായിട്ടില്ല. മലമ്പാമ്പ് ഇത് കഴിഞ്ഞാൽ ഇതിന്റെ അടിയിലൊരു മത്സ്യക്കണ്ണി, അത് ഇതിന്റെ അടിയിൽ വരും. ഇതൊരു കുതിര, ഇതൊരു ജുറാസിക്. ഈ പോണത് ഇങ്ങനെ ഇതൊരു ഗരുഡൻ തിരിഞ്ഞു നിൽക്കണത്. അതന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ വന്ന ഒരു മകരപ്പൂ എന്ന് പറഞ്ഞിട്ടൊരു മീനുണ്ട്, അമ്പലത്തിൽ ഉപയോഗിക്കുന്നത് നമ്മള്. അത് കഴിഞ്ഞൊരു ഇതാണ് കാട്ടുപോത്ത്. പിന്നെ അവിടെ ഒരു കുരങ്ങൻ, മറ്റേ സിംഹവാലക്കുരങ്ങ്. സിംഹവാലക്കുരങ്ങ് പുലി മാന പിടിച്ചിട്ടുള്ളതാണ്.
ഓക്കെ. നോക്കിക്കേ വർക്ക് ചെയ്യാനായിട്ട് സാധാരണ പറ്റണതല്ല അത്. ഏതാ? ഇത് വർക്ക് ചെയ്യാനായിട്ട് ഓക്കെ ഓക്കെ. ഇതിന്റെ അടിയിൽ നോക്കിയാൽ മറ്റൊരു ഇതാണ് മറ്റേ സിംഗിൾ പെൻസിലിൻ്റെ അത്. അതിൽ ഇപ്പുറത്തേക്ക് തിരിഞ്ഞ ഒരു പുതിയ രണ്ടാമതൊരു ഇതാണ് കൂട്ടിയത്. ഇതൊരു മരണം കയറി വരുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കാൻ ഈ വരുന്ന ജുറാസിക്കിന്റെ ഇങ്ങനെ വരുന്നതിന്റെ മുഖം എല്ലാം കൂടിയിട്ട് അതിൽ ചേർന്നതാണ്. ഇതിന്റെ അടിയിൽ പോണത് അതിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്, ഇറങ്ങി വരുന്നതാണ്. പിന്നെ ആനയുടെ തല, ചെവി, ആനയുടെ മസ്തം, അത് മതി. ഇത് കണ്ടിരിക്ക പുലി, അതിന്റെ മുകളിൽ പാമ്പ്, അത് ഇതിന്റെ അടിയിലേക്ക് വരെ ഇറങ്ങി പോണത്. പോകാതിരിക്കാനും വേണ്ടി ഇതിനെ ഞാൻ അതനുസരിച്ച് ഒരു കാര്യം ഞാൻ വർക്ക് ചെയ്യാം. പാമ്പ് അത് ഇതിന്റെ മുകളിലുള്ളതാണ്. പുലിയുടെ തലേന്ന് പാമ്പ് കടിച്ചു പിടിച്ചിരിക്കുന്നു അല്ലേ? നമുക്ക് വരുന്ന തുമ്പിക്കൈമ പാമ്പ് വിഴുങ്ങിയേക്കണം. നമ്മൾ പറഞ്ഞത് അതങ്ങനെ ഇത് പോകും. അതിന്റെ വാലി അല്ലേ? ജുറാസിക്കിന്റെ അത് തീക്കോടെ ഇറങ്ങി അപ്പുറത്തേക്കോടെ പോകും. അതിന്റെ കാലുകളൊക്കെ ഇതിന്റെ കാലുകൾ കിട്ടും. ഇത് നമുക്കൊരു എന്താ പറയാ, ഇത് നമ്മുടെ നീർനായി. ഇത് കണ്ടി തുറന്ന ഇത് നീർനായി ഇനി കണ്ട ഇങ്ങോട്ട് തിരിഞ്ഞ് ഈ സാധനത്തിനെ ഇങ്ങോട്ട് ആക്കാനും പറ്റും. നീർനായ ഈ സാധനം അങ്ങോട്ടും വയ്ക്കാം, അങ്ങോട്ടും വിടാം, ഇങ്ങോട്ടും പോവാം. അതെ, അതിലുപയോഗിക്കാം, ബാക്കായിട്ട് ഉപയോഗിക്കാം, ഫ്രണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ ബുദ്ധി പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ഇതാണ് പശുക്കുട്ടി, അത് കൊമ്പില്ലാത്ത പശു. അതല്ലേ, അതും ഇതേപോലൊരു ഇത് നമുക്ക് കൊമ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിലൊരു നല്ലൊരു ആനയുണ്ട്. അത് ഞാൻ വർക്ക് ചെയ്ത് കൊടുക്കണ സമയം വെച്ചാൽ ഞാൻ അവർക്ക് വേണ്ട കാര്യം ഇനിയും ചെയ്യാനുണ്ട്, തിരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഇതില് ജീവികളെ കൊത്താൻ പറ്റുന്നില്ല. അല്ല, അതൊരു സിംഹം തിരിഞ്ഞിട്ടുള്ള മാതിരി. ഇത് കഴിഞ്ഞത് ഒരു മൊയല്. ഇത് കഴിഞ്ഞൊരു ഗരുഡൻ എന്ന് പറഞ്ഞ ജഡായി ശ്രീരാമന്റെ. അതിന്റെ നമ്മൾ നേരത്തെ കണ്ടിട്ട് പശുക്കുട്ടിയുടെ കണ്ടിട്ട് ഞാൻ അതിന്റെ ഇതാണ് അതിന്റെ കാല് നഗരി അങ്ങോട്ട് തിരിഞ്ഞാൽ നമുക്ക് വെറൈറ്റി വരും. അത് ഈ പോണ സാധനം അത് പശുവും. ശരി, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. പിന്നെ പെട്ടെന്ന് ഞാൻ പറഞ്ഞുണ്ട്. ഇത് കാട്ടുപോത്താണ്. അത് ഞാൻ ഇത് പണിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെ. അന്ന് അത്രയൊന്നും ഇത് പൊങ്ങില്ലേ. ഇത് 2 ടന്നോ അതിനേക്കാളും മേലെ വെയിറ്റ് ഉണ്ടായിരുന്നത്. ഇതിനെ മുഴുവൻ ഞാൻ വെടുപ്പാക്കി അതിന്റെ കേടുപാടുകൾ മുഴുവൻ തീർത്തതിന് ശേഷം ചെയ്തിട്ടുള്ള സാധനമാണ്. അത് നമുക്ക് ഇങ്ങനെയൊന്നും പൊന്തിക്കാനും പറ്റി എടുക്കാനും പറ്റില്ല. അപ്പൊ ഞാൻ മലർന്ന് കിടന്നിരുന്ന് പണ്ടിട്ടോ ഞങ്ങള് ഞാൻ രണ്ടാളും നമുക്ക് അവൻ തന്നെയാണ്. ഒരുപാട് ഹാർഡ് വർക്കിന്റെ അതാണ് ഏറ്റവും വലുത്. ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒന്നിനോടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് വേറെയാ, ഇതൊരു മത്സ്യ. ഇതൊക്കെ അതില് ഇതിൽ ഇഷ്ടം പോലെ അങ്ങനെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഓരോ ജീവജാലങ്ങളാ. അതായത് ഒരു പെണ്ണ് നോക്കി ഒരു സാധനം കളയില്ല. ഇതുകൊണ്ടൊക്കെ രൂപങ്ങളുണ്ട് ഇതിലൊക്കെ. അതാ വർക്ക് ചെയ്ത് വരുമ്പോ കാണാൻ പറ്റും. അത് നമുക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കി ചെയ്യാൻ പറ്റും. അത് നോക്കണത് ഓരോ ഷേപ്പുകളും ജീവികൾ അതൊക്കെ ഓരോ വേറെ വെറൈറ്റി വരും. അത് ഇത് ഏതും തിരിഞ്ഞ് വേറെ ഇവിടെ നിന്ന് കാണില്ല, മാറ്റി നോക്കണം. ഇരിക്കുന്ന സ്ഥലം ഞാൻ അത് ഒതുക്കി ഇറ്റകാരന. ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഇതിന് തുടങ്ങാറ് ഞാൻ ഏതൊരു വർക്ക് ചെയ്യായിട്ട് ശരി, ഞാൻ എനിക്ക് ഇത്തിരി സമയം വേണം. അത് ചെയ്ത് അതിപ്പോ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എല്ലാവർക്കും തിക്ക് നിരക്കാം. അത് സമയത്തിന് കൊടുക്കില്ല, കിട്ടില്ല എന്നൊക്കെയാണ് അവര് വർത്താനം. നമ്മൾ കിട്ടണ സാധനം എന്ന് പറഞ്ഞാൽ നമുക്കത് എന്താ പറയുക, അത്രയും ഇതായിരിക്കും. പൈസ തന്നെ നമുക്ക് അവിടെ വിറ്റ്. ഞാൻ ഒരു സാധനം കണ്ട ഇത്തിരി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതെന്റെ കയ്യിൽ അത് വരും. അത് നമ്മൾ ചെയ്യുന്നത് എനിക്ക് പലതും ചെയ്യാൻ പറ്റാത്തോട്ട് കാര്യമില്ല.
ഇപ്പൊ അവിടെ തൊട്ട് കിടക്കണം. ഇതൊക്കെ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ട ഇതിപ്പോ എന്റെ ഉള്ളിൽ ഇതൊക്കെ അറിയാൻ പറ്റും. പക്ഷെ ഇതൊരു കവിത പോലെയാണ്. അതാണ് ഇപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോ ഓരോ മരക്കുറ്റികളൊക്കെ കാണും. പക്ഷെ നമുക്കൊന്നും തോന്നില്ലല്ലോ. പക്ഷെ അപ്പൊ ചേട്ടന് അതില് ഓരോ രൂപങ്ങള് ഞാനിത് മിക്ക തൊട്ടാ ഞാൻ പൊന്നാക്കുന്നു. ഇത് കണ്ട നമ്മള് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മരത്തിന്റെ ഒരു ഭാഗം കട അല്ലെ, മരത്തിന്റെ കട. ഇത് ഷേപ്പാക്കിയിട്ടുള്ളതാ. ഈ മരത്തിന്റെ കട തന്നെയാണ് ഇതുപോലെ ചേട്ടൻ ഓരോ ജീവികളാക്കി മാറ്റിയിരിക്കുന്നത്. അതിന്റെ കേടുപാടുകളൊക്കെ തീർക്കണം, എന്നിട്ട് വേണം ഉണ്ടാക്കണം. ഇതിപ്പോ ഞങ്ങളുടെ കണ്ണില് വെറും ഒരു മരത്തിന്റെ ഒരു കുറ്റി മാത്രമാണ്. പക്ഷെ ചേട്ടൻ ഈ ഒരു കുറ്റിയിൽ നിന്നാണ് ഇത്രയും അധികം ജീവികളെ മനസ്സിൽ സങ്കല്പിച്ച് ഇതിലേക്ക് ആ ഒരു രൂപകൽപ്പന ചെയ്യുന്നത്. അപ്പൊ ചേട്ടൻ അത് എങ്ങനെയാ ഒരു ഐഡിയ വരുന്നത്? ഞാൻ അത് വർക്ക് ചെയ്ത ഒരു ഇതാക്കിയിട്ടുണ്ട്, ഒതുക്കിയിട്ടിട്ട്. അതായത് ഒന്നിനും പറ്റും. ഇത് ഒരു മുള്ളംകെട്ട് പോലത്തെ സാധനം. അത് ഈ മുള്ളംകെട്ടാണ് അത് ഇങ്ങനെ ഉണ്ടാക്കണം നമുക്ക്. ശരി, ഇതേതോ അതിനുള്ളിൽ കണ്ടതേ നോക്കിയേ, നമുക്ക് ഒരു 4 സ്റ്റിച്ച് അതിന്റെ എല്ലാ ഭാഗം എനിക്ക് ഇങ്ങനെ ഇതായിട്ട് കിട്ടിയിട്ടുള്ളത് ഓരോന്നോരോ. അത്രക്ക് എത്ര ശ്രമിച്ച് എത്ര ചെയ്തിട്ടും നമുക്കത് അത് കഴിഞ്ഞിട്ട് മരി ചെയ്യുന്നതൊക്കെ ഇത് ഇങ്ങോട്ട് തിരിഞ്ഞ പണി കഴിഞ്ഞ പണിയില്ല ഇത്തിരി കൂടി അടിച്ചിട്ടുള്ള ഒതുക്കിയിടാന്ന് പറഞ്ഞില്ല. ഇതേമാതിരിയുള്ള സാധനം കൊണ്ടുവന്നിട്ടാണ്. ഇവിടെ 2 ആനയുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിൽ വേറെ ആശയങ്ങളും മേത്ത് കൊണ്ടുപോയിട്ടാണ് അതനുസരിച്ച് നീക്കാൻ പറ്റും. അത് ഞാൻ ഉള്ളിലേക്ക് വരെ വരും എന്റെ വർക്ക് ചെയ്യാനായിട്ട്. ഇത് ആക്കണത് ഇപ്പൊ ഇങ്ങനെയല്ല, മുമ്പ് ഇങ്ങനെ ആക്കണനെ കൊണ്ടുവന്ന് എടുത്തിട്ടാണ് ഈ കൊണ്ടുവരുന്നത്. അതിനുള്ളിലെ ഉള്ളികൾ മുഴുവൻ പോയി. കല്ല് പോലത്തെ സാധനമാണ് ഈ കൊണ്ടുപോകുന്നത്. അതിനുള്ളിലും കല്ലുകൾ ഉണ്ടാവും. നമ്മളിപ്പോ ഇവിടെ കാണുന്നത് കണ്ട ഇതൊക്കെ ഒരു മരത്തിന്റെ ഓരോ ചില്ലകളും ശിഖരങ്ങളും പോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സത്യേട്ടനെ സംബന്ധിച്ച് ചേട്ടൻ ഇതൊക്കെ ഓരോ ശില്പങ്ങളാണ് ഇതിലൊക്കെ ചേട്ടൻ കാണുന്നത്. അത് ചേട്ടന്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്, ഒരു കഴിവ് അല്ലേ? ഞാനും അവന് മാറി മാറി ചെയ്ത് വർക്കിന്റെ ഇടയിലായിരുന്നു. യദുകൃഷ്ണനുമായിട്ട് കുറച്ചു നേരം നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അല്ലേ? അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളും കൂടി ഷെയർ ചെയ്യും. ഇതൊക്കെ ഇത് എന്തൊക്കെ ജീവികളാണ് ഇപ്പൊ ഒന്ന് പറയൂ. ഇത് കണ്ടപ്പോ തോന്നി ആനയാന്ന് മനസ്സിലായി. ആനയുണ്ട്. ഇവിടെ ഒരു മനുഷ്യന്റെ കുരങ്ങന്റെ തലയാണോ അത്? പരുന്ത്. ഇവിടെയും വരുന്നുണ്ട് ഒരു ആനയുടെ തല അല്ലെ, തുമ്പിക്കൈ. മലമ്പാമ്പ് മൊയിലിനെ പിടിച്ചിട്ടുള്ളതാണ്. മൊയില് ഒരു മലമ്പാമ്പ് വിഴുങ്ങണത്. ഒരു ഗരുഡനും തന്നെ ഇപ്പൊ കഴിഞ്ഞിട്ടില്ല. സിമ്പിളായിട്ട് അടിച്ചു കിട്ടിയിട്ടുള്ളൂ. ഇനിയും പണി കിടക്കണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് യദുകൃഷ്ണ അച്ഛൻ്റെ ഒപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് രാത്രിയും പകലാക്കിക്കൊണ്ടാണ് ഈ 2 പേര്, അച്ഛനും മകനും കൂടി ഇതിവിടെ ഓരോ ശില്പങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് യദുകൃഷ്ണനോട് കുറച്ച് വിശേഷങ്ങൾ ഒന്ന് ചോദിക്കാം. യദുവിനെ വിളിക്കാലോ? ഇതൊന്ന് ഷെയർ ചെയ്തേ. ഇതെന്താ സംഭവം? ഫ്ലവർ വൈസ് ഓരോരു കൺസെപ്റ്റ് അല്ല, ഫുള്ള് കാർവിങ് അതിന്റെ മൊത്തം ഫുള്ള് ബാക്കി ഇതിപ്പോ ഏതാ തടി? തേക്കിന്റെ കടയാ. തേക്കിന്റെ കട. ഇപ്പൊ നമ്മളിവിടെ ഒരു പ്രത്യേക കാര്യം എനിക്ക് മനസ്സിലേക്ക് വന്നത്, ഇപ്പോഴത്തെ ജനറേഷനിലൊക്കെ യദുവിന്റെ പ്രായമുള്ള കുട്ടികളൊക്കെ വൈറ്റ് കോളർ ജോബ് അന്വേഷിച്ചൊക്കെ നടക്കുന്ന ഒരു നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ സ്ഥാനത്ത് യദുവിനൊരു ബിഗ് സല്യൂട്ട്. കാരണം അച്ഛൻ്റെ ഒപ്പം നിന്നും അങ്ങനെയുള്ള മക്കളെയൊക്കെ ഇപ്പോൾ അപൂർവമുള്ള നമുക്ക് കിട്ടാൻ അല്ലേ? പണിപ്പുരയിലുള്ള ഒരു
ശില്പം. ഇതിപ്പോ ഒരു പുലിയുടെ ഇതിപ്പോ ചെറിയൊരു മെയിൻ്റെനൻസ് ആയിട്ട് നിർത്തിയിരിക്കണതാണ്. ഇത് പുലിയുടെ തല്ല, പിന്നെ ഒരു ആന, പിന്നെ ഒരു മീൻ, പിന്നെ അത് അവിടെ നിന്ന് ഒരു ജീവി പുലിയുണ്ട്. എല്ലാ ഭാഗത്തു നിന്ന് നോക്കിയാലും നമുക്കറിയാം. ഓരോ ആംഗിളിലും ഓരോ രൂപങ്ങളാ അല്ലേ? പരുന്താണ് കേട്ടാ, അതിന്റെ കുട്ടികളൊക്കെ തീറ്റ കൊടുക്കണത്. തിരിഞ്ഞൊക്കെ തന്നെയാ, വേറെ വേറെ കയറ്റി വരും. കുട്ടികൾക്ക് വായലിക്ക് തീറ്റ കൊടുക്കുന്ന അവസ്ഥ അല്ലേ? ഇത് മറിച്ചിടാൻ നോക്കണം. ശരി, മറിച്ചിട്ട് കഴിഞ്ഞാലോ? അത് ശരി. അതായത് ചെറിയ കട്ടയിട്ട് ഇതാക്കി കഴിഞ്ഞാൽ ഗ്ലാസ് ഇടാം. പോയിട്ട് ഉപയോഗിക്കാം, മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. വർക്കുകൾ ഉണ്ടാക്കുന്നത് അത് ഓർഡറായി അപ്പൊ ഞാൻ ചെയ്ത് കൊടുക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞ ഏത് ഭാഗം തിരിച്ചു മറിച്ചിട്ടാലും എല്ലാ ഭാഗവും ഇടാം, ഉപയോഗിക്കണം. ഇപ്പൊ അടിച്ചിട്ടുള്ളൂ. ഇതേതാ രൂപം? അരയന്നം. ഇത് കഴിഞ്ഞിട്ട് അരയിട്ട് വരും. ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരിക്കേറ്റ് നല്ലൊരു പരുന്ത് വരും. പണിയുണ്ട് തിരുവോട്ട് കിട്ടാം, പണിയുണ്ട്. ഇതായിരിക്കും കൊള്ളും ചെയ്യും. ഇത് വർക്ക് ചെയ്യുമ്പോ വേറെ ഇതായിട്ട് വരും. ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ നമുക്ക് വെറും ഒരു മരത്തടിയാ, പക്ഷെ ഇതിലുള്ള ഓരോ വളവിലും ചെരിവിലും ഒക്കെ ഓരോ രൂപങ്ങൾ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുകയാണ്. അതെ, ഇതൊക്കെ അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഞാൻ മണ്ണെടുത്ത് എല്ലാം കളഞ്ഞ് എല്ലാം വെടുപ്പാക്കി തിരിഞ്ഞിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം. ഇതൊരു കഴുത്തായിട്ട് മാറും അല്ലേ? വേറെ ആയിട്ട് വരുന്നത്, വേറൊരു മോഡലായിട്ടായിട്ട് വരുന്നത്. ഇതിനൊക്കെ ഇതിൽ കളയാണ്ട് ഇതിനൊക്കെ. ഇതേതാ? നല്ല കല്ലം തേക്ക്. കല്ലൻ തേക്ക്. അതാണ് പണിയുണ്ട്. ഉള്ളിലേക്ക് അങ്ങനെ ഇതായാലും പണിയെടുത്ത് പണി കാണണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് അതിന്റെ ഇത് കിട്ടണമെങ്കിൽ കല്ലം തേക്ക് വേണം. അത് ഇനി മരിച്ചാലും അത് നമ്മള് മരിച്ചാലും അത് മരിക്കില്ല. ഫിനിഷിംഗ് വർക്ക് പണിയുണ്ട്. അത് കല്ല് പോലെ ചില്ല് പോലെ എല്ലാ മരത്തിന്റെ ഏത് അതായത് നല്ല മരങ്ങൾ മുഴുവൻ ഞാൻ ചെയ്യും. അത് ഈ കല്ല് നല്ല മരം എടുത്തിട്ട് അതായത് ഉറച്ചു നിൽക്കുന്നത്. നല്ല കുഞ്ഞുവാക, നല്ല നല്ല പരിക്കപ്പിലാകും. അപ്പൊ ഇതെങ്ങനെയാ കളക്ട് ചെയ്യാ? എവിടെന്നാ? അത് നമുക്ക് അതിന്റേതായ സമയത്ത് എന്തായാലും നമുക്ക് ഞാൻ അങ്ങനെ പണിയിരിക്കുമ്പോ എവിടെന്നെങ്കിലും എന്തെങ്കിലും എത്തി വരും. അതിപ്പോ ഭഗവാന്റെ ഒരു അത് ഇത് നല്ലൊരു ഞാൻ പറഞ്ഞിട്ട് തന്നെ പറഞ്ഞ നല്ലൊരു അമ്പലമുണ്ട്. ഭഗവാന്റെ അനുഗ്രഹമാണ്, കൃഷ്ണന്റെ കൈലാസവാദനവും ഭഗവാന്റെ ഒരു കടാക്ഷം തന്നെയത്. അല്ല, അങ്ങനെ ഒരു കടാക്ഷം ഇപ്പൊ നമ്മളങ്ങനെ പറയും. കൈലാസനാഥൻ എന്ന് പറയുന്നത് ശില്പിയാണ് ശരിക്കും. അല്ല, ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ശില്പിയാണ് മഹാദേവൻ. വടക്കുന്നാഥന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള സ്ഥലമാണ് തൃശ്ശൂര്. അത് വടക്കുന്നാഥന്റെ. ചേട്ടാ, അതുപോലെ തന്നെ ഇത് ഒന്ന് പറഞ്ഞു തരാം. അതിന്റെ അടിയിൽ ഒരു ജീവിയുണ്ട്, അതുപോലെ അതിന്റെ അടിയിൽ വേറെ ഒന്നുണ്ട്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞില്ലേ, അത് കഴിഞ്ഞ അതായത് ഇവിടെ ഒരു പക്ഷികളതൊക്കെ കിളി. ഇതൊരു ആന. അതുമാതിരി ഇതൊരു മാൻ. അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇതിലുണ്ട്. ഇവിടെ ഒരു ആനയുടെ ഒരു സൈഡ്, പിന്നെ ഇത് തുമ്പിക്കൈ, അവിടെ ഒരു കിളി വന്നിരിക്കണു അല്ലേ? സാധനത്തിനനുസരിച്ചിട്ട് ഇത് ഏതാ ജീവി? അത് നമുക്ക് ഒരു പെൻസിംഹം. അത് പെൻസിംഹം.
അപ്പൊ ഒക്കെ എനിക്ക് ഇത് കിട്ടി കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ആക്കും, അതൊക്കെ അടിച്ചു വിടും ഒക്കെ. പിന്നെ എനിക്കൊരു ഓർഡർ വരുമ്പോ അപ്പൊ ഞാനതൊക്കെ ഇതാക്കിയത്. ഇത് കണ്ട അതുപോലെ ചേട്ടാ ഇത് വേറൊരു ശില്പം ഇതൊരു അറിയുന്ന പറ്റി. പിന്നെ അത് വേണമെങ്കിൽ ഒരു പുതിയ അതൊന്നുകൂടി പൊതിക്കാട്ടുണ്ട്. അത് മരം എന്ന് വെച്ചാൽ ഈ കൊന്നിന് ഇതിപ്പോ പണിയെങ്കിൽ ഇത്തിരി പണിയുണ്ട്. അപ്പൊ ഞാൻ പെൻഡിങ് വെച്ചേക്കുക സമയം കിട്ടി അപ്പൊ ഞാൻ ഇതൊക്കെ അടിച്ചിടൊക്കെ അടിച്ചൊതുക്കി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇത് സത്യം പറഞ്ഞ ഇതൊക്കെ കാണുമ്പോഴേ അല്ല ഇത് ചേട്ടന് അതുപോലെ ഇത് ചേട്ടൻ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു സംഭവം തോന്നുന്നു. അതെന്താ ഇത് എന്താ വെച്ചാൽ ഒന്നിനും അല്ലാത്ത സാധനമാക്കിട്ട് ഞാൻ ആക്കിയിടും ആദ്യം. പിന്നീട് ഞാൻ അതിന് എനിക്കതറിയാം അതിന്റെ ഉള്ളിൽ കുറെ സാധനങ്ങൾ അതൊന്നും കൂടി കറക്റ്റ് ആവാനുള്ള സാധനം അത്. അപ്പൊ അത് എനിക്കൊരു സമയം കിട്ടും, ഞാൻ അത് കറക്റ്റ് ആക്കി എടുക്കും. ഞാൻ ഇതിലിപ്പോ ഒരു ജീവി വന്നിട്ടുണ്ട് ഇതില് വേറെ വരും മറിച്ചിടാണ്ട് ഒരു മയിലിന്റെ അല്ല ഒരു മാൻകുട്ടിയുടെ തല. ഒരു മാനിന്റെ ഇതാക്കാണ് തന്നെയത്. ഇത് ഞാൻ ആദ്യം നല്ലപോലെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതിന്റെ എച്ചിന്റെ ഇന്റർനെറ്റിലൊക്കെ വന്നിട്ടത് വേറെ ഇതൊക്കെ ഇതാക്കാൻ പറ്റും. ശരിക്കും ലോകം അറിയേണ്ട സമയം കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇത്രയും കഴിവുകളുള്ള വെറും ഒരു മരത്തിന്റെ ഒരു എല്ലാവരും ഉപേക്ഷിച്ച് കൊത്തിക്കീറി കത്തിക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞത് അല്ലെ. ആ ഒരു സംഭവം ചേട്ടൻ ഇതുപോലെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നു അതിൽ ഓരോ ശില്പങ്ങൾ ഉണ്ടാക്കി. അത് നമുക്ക് അതിശയം തോന്നുന്ന രീതിയിലാണ്. ഒരെണ്ണോ രണ്ടെണ്ണോ ഒന്നല്ല, 46ഉം 48ഉം ശില്പങ്ങളാണ് ഒരു മരത്തടിയിൽ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ കട എല്ലാവരും കളയുന്ന ഒരു പോർഷനിൽ ചേട്ടൻ ഇത്രയും ഭംഗിയായിട്ട് കൊത്തി. ഇതൊരു നിസ്സാര കഴിവല്ല. നമുക്ക് കഴിവ് എന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. അത്രയും നല്ലൊരു കഴിവ് തന്നെ ഉള്ളിൽ വേണം, അല്ലാതെ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഒരു ശില്പം ഇതിൽ നിന്ന് പുറത്തു വരില്ല. അതുപോലെ ഇത് ചേട്ടൻ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു സംഭവം തോന്നുന്നു. എന്താ വെച്ചാൽ ഒന്നിനും ഇതേതാ ദീപം അരയന്നം. ചേട്ടാ അപ്പൊ ഇത് ഒന്ന് പറഞ്ഞു തരുമോ? ഇത് എന്തൊക്കെയാ ജീവികൾ? നല്ലൊരു കാട്ടുപോത്താ. അത് വേണമെങ്കിൽ ഇതേമാതിരി വേണമെങ്കിൽ മാറ്റിട്ട് എനിക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതാക്കാൻ പറ്റുമായിരുന്നു. ഇത് ഇതേമാതിരി ചെയ്യാൻ പറ്റും. മറ്റേ വലിയൊരു അതിന്റെ പേരൊക്കെ പറയുമ്പോൾ മറക്കും ചെയ്യും. ഈ കോട്ടിങ്ങൾ ഭയങ്കര എനിക്ക് ഇതില് വലിയൊരു സിംഹത്തിനേക്കാൻ പറ്റുന്നില്ലേ. ഇതിനൊക്കെ ഞങ്ങൾ ഒതുക്കി എടുത്തുകൊണ്ട് ഈ ഹോള് നമുക്ക് ഈ മരം കിട്ടുമ്പോഴേ ഉണ്ടായിരുന്നതാ അതുള്ളത് അതൊക്കെ. പക്ഷേ ഇത് ശരിക്കും ഈ പോത്തിന്റെ മൂക്കിന്റെ പോലെ ഒരു ഷേപ്പ് വന്നു. ഏറ്റവും നല്ല മോഡേൺ ആയിട്ട് ചെയ്യാൻ ഇതാ നല്ലത്. പക്ഷെ സാറിന് ഇതിന്റെ എനിക്ക് കൊണ്ടുവന്ന ആൾക്ക് ഞാൻ മറ്റേത് മരത്തിന്റെ തന്നെ ശരിയാക്കിട്ട് ഇതൊക്കെ ക്ലിയർ ആക്കി തരാൻ എന്നോട് പറഞ്ഞത്. ഇതിന്റെ ഒരു കൊമ്പ് പോയിന്റ് അത് കിട്ടിയൊന്ന് ചെയ്യുന്നത്. അപ്പൊ ആള് പറഞ്ഞത് തന്നെ മതി എന്ന് പറഞ്ഞു. ഇത് കണ്ട, ഇതൊക്കെ കണ്ട മരത്തിന്റെ ഓർഡറിന്റെ അത് ഇതൊക്കെ കണ്ട, ഇതൊക്കെ ഞാൻ ഇതിനും കൂടി നീക്കി കറക്റ്റ് ഒന്നുകൂടി എടുക്കും ഞാൻ. അപ്പൊ ശരിക്കും കിട്ടും ഇങ്ങോട്ട്. ഇത് കഴിഞ്ഞത് ഒരു സ്രാവ്, നല്ല സ്രാവ്. അവന്റെ ആ കണ്ണിന്റെ ഒരു ഓരോരുത്തർക്കും ഒരു ഐഡിയ വരുന്നതിന്റെ ഐഡിയ. ഞാൻ അത് ഇതൊന്നും കൂടി ഇത് ചെയ്യിക്കും. അത് കഴിഞ്ഞത് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്രാവ്. ഈ സ്രാവ് തിരിഞ്ഞൊരു പെണ്ണാണത് കണ്ട. അതിന്റെ മുടിയൊക്കെ ഇങ്ങോട്ട് കവർ ചെയ്ത് വിടുന്നത് കാണില്ല ഒരിക്കലും. ഇത് മറന്നു നിൽക്കുന്നത് ഒരു പെണ്ണ്. അത് ഇവിടെ ഞങ്ങൾ ഇത് കൊണ്ടുവരുത് കണ്ട. കൊണ്ടുവന്നൊരു മുടി ഇതൊന്നും കാണില്ല, വൃത്തികേടുകളൊന്നും കണ്ട. അത് കഴിഞ്ഞ തിരികെ ചെല്ലും കണ്ട. ഇതൊക്കെ മോഡേൺ ആയിട്ട് കിട്ടും. വർക്ക് ചെയ്താ കണ്ടില്ല. ഇതൊക്കെ ഈ സാധനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് കണ്ട. ഇത് വേണമെങ്കിൽ ഒരു പുലിയായിട്ട് കിട്ടും. ജീവിയുടെ തല വെച്ചിട്ടുണ്ട് പകുതിയാക്കിയിട്ട്. ഇതിന് എടുത്തുകൊണ്ടുവരും. അത് നല്ലൊരു ആനയാണ് കിട്ടും അപ്പുറത്ത് കിടന്നത്. അതിനെ ഇതൊരു നല്ലൊരു സിംഹം ആവണു. ഇതിന് ഒരു നല്ല ഇത് പറ്റിയൊരു ഇതിന്റെ ഒട്ടകം പോലെയാക്കാൻ പറ്റും. ഇതിലേക്ക് ചെല്ലും ചെയ്യും വർക്ക് വരുമ്പോഴേ മോഡേൺ ആയിട്ട് പോകുമ്പോ. അല്ലെങ്കിൽ വീണ്ടും പുലി തന്നെ ആക്കാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും എനിക്ക്. പിന്നെ അതായത് ഒരു മാന കിട്ടും വേണമെങ്കിൽ. അത് ചിലപ്പോഴത് എടുക്കുള്ളൂ ഞാൻ നോക്കിയിട്ടാ ചെയ്യുള്ളത്. അതെന്ന് വെച്ചത് ചത്ത് കിടത്ത മാതിരി കിടക്കണ്ടേ. അങ്ങനെ ഏതാ വെച്ചാൽ നോക്കിയിട്ട് ചെയ്യാം.
ഇപ്പൊ ഇങ്ങനെയൊക്കെ നിക്കണതൊക്കെ ചിലപ്പോ ചേട്ടൻ ഒരു കിളിയാക്കി മാറ്റും അല്ലേ? ആ അതെന്ത് വേണമെങ്കിൽ ഒരു ഇതിന്റെ ഇതൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊക്കും. എന്നാ മതി. ചേട്ടാ ഇപ്പൊ നമ്മൾ ഈ കണ്ട കുറ്റികള് തന്നെയാണോ ഇനി അതോ? അല്ല, ഇനി വേറെ ഇഷ്ടംപോലെ അപ്പുറത്തും ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇനി വിളിച്ചാൽ കൊണ്ടുവരും. നമുക്കൊന്ന് കാണിച്ചു തരും. കാണിച്ചു തരാം. ഇതേതാ മരം? ഇതൊക്കെ തേക്കല്ലേ? തേക്ക്. ആ ശരി. കൂടുതൽ കളക്ട് ചെയ്യാൻ തേക്കാണ് അല്ലേ? അത് നേരത്തെ പറഞ്ഞ പേരുണ്ടായിരുന്നു കരിതേക്ക്. അത് പുണ്യവാകം. ആ പുണ്യവാകം. നമുക്കിതൊക്കെ വെറും വേരുകൾ മാത്രം. ഒരു മരത്തിൻ്റെ ചേട്ടൻ ഇതിനൊക്കെ ഒരു ശില്പങ്ങൾ. ചേട്ടാ അപ്പൊ ഇത് എങ്ങനെയാ അതിന്റെ മാർക്കറ്റിംഗ് ഒക്കെ വരുന്നത്? നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് ഇങ്ങനെ ആളുകൾ വരുന്നുണ്ട്. അത് പിന്നെ നല്ല ആൾക്കാർക്ക് വരുമ്പോ ഇത് നല്ല ആളെ കിട്ടിയാലേ കാര്യമുള്ളൂ. പിന്നെ ചെറുവാക്ക് കൊടുത്തിട്ട് കാര്യമുണ്ട്. നമ്മളെങ്ങനെ പരസ്യം കൊടുക്കുകയാണോ ചെയ്യാ? പരസ്യമല്ല, ഞാൻ വർക്ക് ചെയ്തിട്ട് ഇന്റർനെറ്റിലൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറെ ആൾക്കാർ ഞാൻ കൊല്ലം പറയും 14 കൊല്ലേ തന്നെ അന്വേഷിച്ച് അതെനിക്ക് ഇഷ്ടമുള്ളത് നല്ലത് മാത്രം. വെറുതെ അത് ഇതും ചെയ്ത് ഞാൻ ചെയ്യില്ലേ. നമുക്കൊരു അവര് വന്ന് ആദ്യം ഓർഡർ തരുമോ അതോ ചേട്ടൻ പണിത് വെച്ചത് വാങ്ങിക്കൊണ്ട് പോകും? അല്ല, പലവർക്കും പല സാധനങ്ങൾ വേണ്ടി വരും. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ അത് ഏത് സാധനം കിട്ടിയാൽ അത് ഞാൻ ചെയ്തു. എന്ത് കിട്ടിയാലും ഫ്ലവർ വൈസ് വേണം എന്ന് പറഞ്ഞാൽ ചേട്ടാ അത് ചെയ്ത് കൊടുക്കും. മരം കൊണ്ട് എന്ത് ഞാൻ ചെയ്തു വരും. തീപ്പോയിൽ എന്തും അത് നല്ല സാധനം കണ്ടാ ഞാൻ ചെയ്യും. അച്ഛൻ പറഞ്ഞൊരു പേജിന്റെ കാര്യം മാർക്കറ്റിങ്ങിന് വേണ്ടി, അതെന്താ സംഭവം? പ്രേക്ഷകരോടായിട്ട് പറയാണ്, നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ കണ്ടു, ശില്പങ്ങൾ കണ്ടു. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അത് താല്പര്യം ഉണ്ടെങ്കിൽ, വീട്ടിലേക്ക് മേടിച്ച് വെക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ ചേട്ടൻ്റെ നമ്പർ നമ്മൾ തരാം. നിങ്ങൾക്ക് നേരിട്ട് പിന്നെ കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കാം. ചേട്ടാ ഇതുപോലെയുള്ള ഈ കരകൗശലം കൂടാതെ വേറെ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ ചെയ്യുന്നുണ്ടോ? ഒരാളൊന്നൊരു ഫോട്ടോ കിട്ടി ഞാൻ അതുപോലെ ചെയ്ത് കൊടുക്കും. ഫോട്ടോ അതുമാതിരി ക്രിസ്തുവിനെ കൃഷ്ണനെ എന്ത് വേണേലും ഞാൻ ചെയ്തു. അമ്പലത്തിലെ വിഗ്രഹങ്ങളും എന്ത് വേണമെങ്കിലും അതിനൊക്കെ ഒരു വൃദ്ധം എടുക്കണം. അതിനൊക്കെ തീർച്ചയായിട്ടും ഞാൻ ഇപ്പൊ ഇത്തിരി ഒതുങ്ങി നിക്കണം. എല്ലാത്തിലും എന്ത് ചെയ്യും ഞാൻ. എന്ത് വർക്ക് കിട്ടിയാലും ഞാൻ ചെയ്തു കൊടുക്കും. ഇവിടെ ചേട്ടന്റെ അടുത്ത് ഇവിടെ നമ്മൾ അറിയുന്ന ഏതെങ്കിലും അമ്പലങ്ങളില് വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ പള്ളിയിൽ? ഞാനൊരു വീട്ടിലൊരു സ്ഥലത്തിന്റെ പേര് തങ്കമണി കയറ്റം എന്ന് പറഞ്ഞൊരു സ്ഥലം. അവിടെ ഒരു നായന്മാരുടെ വീട്ടിൽ മേനന്മാരുടെ വീട്ടിൽ ഞാൻ ഒരു 6 അടിയിൽ കറക്റ്റ് ഒരു കൃഷ്ണനെ കുത്തിണ്ട്. 6 അടി. അത് വലിയ തടി കൊണ്ടിട്ട് അതായത് 50 ഇഞ്ച് കൊണ്ടുണ്ടായിരുന്നു. 6 അടിന്റെ ആയിരുന്നു. 6 അടി അത് ഞാൻ കൊത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഉള്ളില് അവര് വീട്ടിലത്തെ അമ്പലത്തിന്റെ ഇതിൽ ഞാൻ ശിവനെ ഇതാക്കിയാലും ആ ശിവന്റെ ഇതില്ലേ ആ കമ്മല് അത് നമുക്ക് ആവശ്യത്തിന് തിരിക്കാം. അത് ഈ ഒരു ഇഞ്ച് കൊണ്ട് നിന്നിട്ടാണ് അതൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ. അപ്പൊ എന്ത് സാധനം ഞാൻ അതിനെ വേറെ വെറൈറ്റി ആയിട്ട് ചെയ്യും. എനിക്ക് പണിക്കിറങ്ങിയ പിന്നെ പള്ളിയിലുള്ള എനിക്ക് എല്ലാവരും വേണം. അതായത് ഞാൻ പറഞ്ഞില്ലേ, അള്ളാഹു ആയാലും വേണ്ടിട്ട്, കൃഷ്ണനായാലും വേണ്ടിട്ട്, ക്രിസ്തു ആയാലും വേണ്ടിട്ട്, ആര് വിളിച്ചാൽ അവര് വിട്ട് ഞാൻ പോകും. അവിടെ സ്നേഹമാണ് എനിക്ക് വേണ്ടത്. അതെ ഉറപ്പായിട്ടും. നമ്മളിവിടെ വന്ന സമയത്ത് ചേട്ടനൊക്കെ ഇവിടെ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ വർക്കിൻ്റെ ഇടയിലും നമ്മൾക്ക് വേണ്ടി ധാരാളം സമയം ചേട്ടൻ ചിലവഴിച്ചു. ചേട്ടാ ഹൃദയം നിറഞ്ഞ നന്ദി. ഒപ്പം ഇതുപോലുള്ള ഒരുപാട് ശില്പങ്ങൾ ചേട്ടന് ശില്പങ്ങളുടെ ശില്പിയാവാൻ ചേട്ടനും ചേട്ടൻ്റെ മകനും ഒക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം ധന്വന്തരി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നന്ദി. ഈ പ്രോഗ്രാം എല്ലാവരും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന്
വിനീതമായി അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.